ഗൈസ് ഇന്നലെ രാത്രി നമ്മൾ ട്രാക്ടർ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ വീലിന് ഗ്യാപ്പ് വഴി ഓയിൽ ലീക്കായിക്കൊണ്ടിരുന്നു. സംഭവം നമ്മുടെ ആക്സിലിനിടയ്ക്കുള്ള ഓയിൽ സീൽ പോയിട്ട് അതുവഴിയാണ് ഓയിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി മെക്കാനിക്കിനെ അന്വേഷിച്ച് മെക്കാനിക്കിനെ കിട്ടാണ്ട് അപ്പോൾ ഞാൻ തന്നെ അങ്ങ് ശരിയായി കളയാന്ന് വിചാരിച്ചു. ഒരു അന്തവും കുന്തവും ഇല്ലാതെ കാണുന്ന ബോൾട്ടെല്ലാം ഓരോന്നോരോന്നായിട്ട് സ്പാനർ കൊണ്ട് ഇളക്കി അതിൻ്റെ ഇത്രയും വലിയ വീലിളക്കി താഴെയിട്ടിട്ട് വേണം നമുക്ക് പണി ചെയ്യാൻ. ഈ കാണുന്ന സാധനമാണ് ആക്സിൽ എന്ന് പറയുന്നത്. ആ നടുക്ക് കാണുന്ന ആ സീലാണ് ഓയിൽ സീൽ. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഓയിലൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഇതിലാണ് ബെയറിങ്ങും വീൽ ഡ്രം ഒക്കെ വരുന്നത്. എന്തായാലും ഇത്ര കയ്യിൽ അടുത്ത വീലിൻ്റെയും കൂടെ ബ്രേക്ക് ഡ്രം എടുത്ത് പോളിഷ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ ബ്രേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും എന്നും പറഞ്ഞ് ബ്രേക്ക് ഡ്രമ്മിൽ പിടിച്ച് വലിച്ചിട്ട് അത് ഇളകി വരുന്നു. ഈ ബെയറിങ്ങിനും ഷാഫ്റ്റിനും ചെറിയൊരു ഷേക്കുള്ളത് കാരണം നമ്മളത് ശരിയാക്കാൻ വേണ്ടി ഇവിടെ ലേത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ 2 ബ്രേക്ക് ഡ്രമ്മും താഴെ ഇവിടെ ഇരിപ്പുണ്ട്. ലേത്തിലെ അങ്കിൾ ഈ ഷാഫ്റ്റിനെ ഇളക്കിയെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെഷീനിൽ കയറ്റി കട്ടിങ് എന്ന് തുടങ്ങി. അപ്പോൾ ഷാഫ്റ്റ് പുറത്തെടുക്കണമെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വെച്ച് പ്രസ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഷാഫ്റ്റിനെയൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് ബെയറിംഗ് ഒക്കെ വരുന്നത്. അങ്ങനെ ഇതിൽ ഇടാനുള്ള ബെയറിങ്ങിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെയറിങ് കൃത്യമായിട്ട് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് സ്പോട്ട് വെൽഡ് അടിച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് ഇരുന്നാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഹൈഡ്രോളിക് പ്രസ് വെച്ച് തന്നെ തിരിച്ച് കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് കംപ്രസ് ചെയ്ത് വെച്ച ഷാഫ്റ്റിനെയും ക്ലീനൊക്കെ ചെയ്ത് അതിലൊരു സ്പോട്ട് വെൽഡ് അടിച്ചിട്ടുണ്ട് തിരിച്ച് ഊരി വരാതിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്രമ്മൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് നിന്നിട്ടുള്ളവർക്കറിയാം, മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ടെങ്കിൽ ദേഹത്ത് വീണ് നല്ല സുഖമായിരിക്കും. നല്ല ചൂടുള്ള ഇതായിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ബ്രേക്ക് ടൈറ്റ് ചെയ്യുന്നത്. ഇതിന് അങ്ങോട്ട് കറക്കിയാണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. ടയറും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ കൈ മാത്രം കഷ്ടി ചെയ്യാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ടയറൊക്കെ നല്ല ടൈറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഈ കഷ്ടപ്പാടിന് ഒരു ലൈക്ക് ഉണ്ടോ? അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.